ഇപ്പോൾ ഈ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണതിൻ്റെ നടുക്കത്തിലാണ് അഹമ്മദാബാദിലെ BJ മെഡിക്കൽ കോളേജിലെ മലയാളികളടക്കമുള്ള വിദ്യാർത്ഥികൾ. അവിടെ മലയാളികളൊക്കെ പഠിക്കുന്നുണ്ട്. അവരുടെ പ്രതികരണം കൂടി ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നു. അതിലേക്ക് ഇത് UG ഹോസ്റ്റലാണ്. സോ അണ്ടർ ഗ്രാജുവേറ്റ്സ് MBBS സ്റ്റുഡൻസാണ് യൂഷ്വലി ഇവിടെ താമസിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ചില സൂപ്പർ സ്പെഷ്യാലിറ്റി സ്റ്റുഡൻസും അവരുടെ ഫാമിലിയോടൊപ്പം തന്നെ താമസിച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഫസ്റ്റ് ഇയേഴ്സിൽ നിന്നും 2 കുട്ടികളും സെക്കൻഡ് ഇയറിൽ നിന്ന് 2 കുട്ടികളും ഇതേവരെ മരിച്ചതായിട്ട് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. കൂടുതൽ മരണസംഖ്യ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു ചെറിയ ശബ്ദം ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ആംബുലൻസുകൾ പെട്ടെന്ന് പോകുന്ന കൂടുതൽ കേട്ടപ്പോഴാണ് നമ്മൾ ഡോർ നോക്കിയപ്പോൾ ഇത്ര ഇത് ആകാശത്ത് ഇങ്ങനെ കണ്ടതും അങ്ങനെ ഇതൊക്കെ ആയിട്ട്. ഫ്ലൈറ്റിൽ മരിച്ചവരുടെ ഫാമിലീസിനെ എല്ലാം നമ്മൾ അവിടെ ഒരു കസോട്ടി ഭവൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വിളിച്ച് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കംപ്ലീറ്റ് ആളുകളുടെയും ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. കത്തിക്കരിഞ്ഞുള്ള രീതിയിലാണ് വന്നിരുന്നത്. അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളിപ്പം കംപ്ലീറ്റ് അവിടെ ഇരുന്ന് എല്ലാവരുടെയും സാമ്പിൾ കളക്ട് ചെയ്തു. ഫാമിലിയായിട്ട് താമസിക്കുന്നവരുണ്ട്. ആ ഫാമിലിയിൽ ഉള്ള ആരൊക്കെ അഫക്റ്റഡ് അതിൻ്റെ ഒന്നും നമുക്ക് എക്സാക്റ്റ് അറിയില്ല. അതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റില്ല. രാജ്യത്തെ നടുക്കിയ വിമാന ദുരന്തത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇനിയും അധികൃതർ പുറത്തുവിടേണ്ടതുണ്ട്. മരണസംഖ്യ നിലവിൽ 290 എന്നാൽ സ്ഥിരീകരിക്കാത്ത കൂടുതൽ വിവരങ്ങൾ അനുസരിച്ച് മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അപകടം എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. ആ അപകടത്തിന്റെ കാരണം വ്യക്തമാകണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്.